നമസ്കാരം. ഈ വരുന്ന ശനിയാഴ്ച, അതായത് 8-ാം തീയതിയാണ് നമ്മുടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3-ാം സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2 പ്രാവശ്യവും നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ഒരു ഭരണം എന്ന് പറയുന്നത് പോലെ ഒരു സ്ഥിരമായിട്ടുള്ള ഭരണം നടത്താൻ ഒരുപക്ഷെ ഈ ഒരു ഭരണത്തിൽ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം കേവല ഭൂരിപക്ഷം പോലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. മറ്റുള്ള ഒരുപാട് ഘടക കക്ഷികളുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം ഈ പ്രാവശ്യം സർക്കാർ രൂപീകരിക്കുന്നത്. ഇന്നലെ നടന്ന NDA യോഗത്തിൽ എല്ലാവരും തമ്മിൽ ഭയങ്കര തർക്കങ്ങളായിരുന്നു. കാരണം ഓരോരുത്തർക്കും വേണം നല്ല വകുപ്പുകൾ, മന്ത്രിസ്ഥാനം, സ്പീക്കർ സ്ഥാനം, ഇങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ഈ ഘടക കക്ഷികൾ ചോദിച്ച് NDA യോഗത്തിൽ ഇന്നലെ തന്നെ ഭയങ്കരമായിട്ടുള്ള അടിപിടിയും ഒക്കെ നടക്കുന്നു. ഈ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള തർക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെ അവിടെ നടക്കുന്നു എന്ന് പറയാനകത്ത് സംശയമില്ല. അപ്പോൾ ഇനി എന്തായാലും സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നരേന്ദ്രമോദിക്ക് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഭരണം നടത്താൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 2 പ്രാവശ്യവും നല്ല ഭൂരിപക്ഷത്തിൽ സർക്കാർ ഉണ്ടാക്കിയ നരേന്ദ്രമോദി ഭരണം എന്ന് പറയുന്നത് മറ്റാരുടെയും മുന്നിൽ തലകുനിക്കാതെ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ അദ്ദേഹം നടപ്പിലാക്കുന്നതിന് ഒരുപക്ഷെ BJPയിലുള്ള നേതാക്കളോട് പോലും അദ്ദേഹം പലപ്പോഴും അനുവാദങ്ങൾ വാങ്ങിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ പ്രാവശ്യത്തിൽ BJP നേതാക്കളോട് തന്നെ അദ്ദേഹം അവരുടെയൊക്കെ മുന്നിൽ ഏതൊരു കാര്യവും ഒപ്പിടുന്നതിന് മുമ്പായിട്ട് ഇവരുടെയൊക്കെ ഒന്ന് മുഖത്ത് നോക്കി അവരുടെയൊക്കെ ആ ഭാവം അറിഞ്ഞതിന് ശേഷമേ അദ്ദേഹത്തിന് ഒപ്പിടാൻ പോലും സാധിക്കൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ വന്നത് കാരണം ഒരുപക്ഷെ ഈ കഴിഞ്ഞ ഇലക്ഷൻ പ്രചരണത്തിന് അദ്ദേഹം ഒരുപാട് വാക്കുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. കാരണം ഒരു ഇന്ത്യക്കാരന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര രീതിയിലുള്ള ചില വാക്കുകൾ. അതായത് നമ്മുടെ ഒരു രാജ്യം മതി, ആ രാജ്യത്ത് എന്തിനാണ് ഇലക്ഷൻ, ഒരു ഇലക്ഷനേ ആകാവുള്ളൂ, ഒരു സർക്കാരേ ആകാവുള്ളൂ, ഭരണഘടനയൊക്കെ തന്നെ 400 സീറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭരണഘടനയൊക്കെ മാറ്റി എഴുതാനുള്ള അധികാരം തങ്ങൾക്കുണ്ട് എന്ന രീതിയിലേക്കൊക്കെ അദ്ദേഹം പോയി. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് ഓരോ ഭാരതീയനും ബുദ്ധിമുട്ടായിരുന്നു. ഇതൊക്കെയാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ ഇന്നത്തെ ഈ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങളുടെ ഇഷ്ടമറിഞ്ഞ് അവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് ഒക്കെ അദ്ദേഹം കുറച്ചൊക്കെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഇത്രമാത്രം താഴേക്കിടയിലേക്ക് അദ്ദേഹം വരില്ലായിരുന്നു. ഇന്ന് ഭരണത്തിന് വേണ്ടിയിട്ട് എത്രയോ ഘടക കക്ഷികളുടെ മുന്നിൽ അദ്ദേഹം യാചിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെയൊക്കെ ഇഷ്ടമനുസരിച്ച് അവരുടെയൊക്കെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഒരു സർക്കാർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കരമായിട്ടുള്ള വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. സ്വന്തം ഇഷ്ടങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കുക. അപ്പോൾ ആ ഒരു സർക്കാരിന് നേതൃത്വം ഒരുപക്ഷെ അദ്ദേഹത്തിന് നേതൃത്വം അദ്ദേഹം ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനം അവിടെ എടുക്കാൻ സാധിക്കില്ല. അദ്ദേഹം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പാർലമെൻറ്റിനകത്തിരുന്ന് ഒരുപക്ഷെ ധ്യാനിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ വേറെ ആൾക്കാരായിരിക്കും നടത്തുക. ആ ഒരു അവസ്ഥയിലേക്കായിരിക്കാം കാര്യങ്ങൾ എത്തുക എന്നുള്ള സംശയമൊന്നും തന്നെയില്ല. പക്ഷെ എന്തുതന്നെയാലും നമുക്ക് വേണ്ട സുസ്ഥിരമായിട്ടുള്ള ഒരു സർക്കാരാണ്, ഒരു ഭരണമാണ്. അങ്ങനെയുള്ള ഒരു വളരെ നല്ലൊരു ഭരണത്തിൽ കൂടി മാത്രമേ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് ഏത് പാർട്ടി ആയാലും നമുക്ക് നല്ലതായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു സർക്കാർ ആവശ്യമാണ്. ആ ഒരു സർക്കാർ നമ്മുടെ വരുന്ന 5 വർഷത്തെ സർക്കാർ സാധിക്കുമോ, ആ ഒരു ഭരണം കാഴ്ചവെക്കാൻ നമ്മുടെ നരേന്ദ്രമോദിക്ക് കഴിയുമോ എന്നൊക്കെ നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാം.